പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ച് വേഴ്സസ് മാക്സിനി ഡുപ്രി തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ബെക്കി ലഞ്ചിൻ്റെ ഇൻ റിംഗ് സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ബെക്കി ലഞ്ച് നിക്കി ബെല്ലയെ അടിച്ചതിനോട് നട്ടാലിയ വന്നിട്ട് ചൂടാകുന്നുണ്ട്. ബെക്കി ഒരു മത്സരത്തിന് വേണ്ടി വെറ്ററൻ റെസ്ലറായ നട്ടാലിയ ഒരു ചലഞ്ച് വിളിക്കുന്നു. എന്നാൽ ബെക്കി ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മെക്സിനി ഡുപ്രി എന്ന് പറയുന്ന റെസ്ലറിന് എതിരെ ആയിരിക്കും എന്നുള്ളതും ബെക്കി പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മെക്സിനി ഡുപ്രിയും ബെക്കി ലഞ്ചും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പിന്നീട് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരം റൂസേവ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചത് റൂസേവ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഇവരുടെ സ്റ്റോറി ലൈൻ അനുസരിച്ച് വരുന്ന മൂന്നാമത്തെ മത്സരമാണ്. എന്നാൽ അതിഗംഭീരമായി പോയിക്കൊണ്ടിരുന്ന മത്സരം ഒരു ഡബിൾ കൗണ്ട് ഔട്ടിൽ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആർക്കും വിജയിക്കാൻ സാധിക്കാത്ത ഈ ഒരു മത്സരം അവസാനം വലിയൊരു ഫൈറ്റിലേക്കാണ് എത്തിയത്. ഒഫീഷ്യൽസൊക്കെ വന്നിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഫൈറ്റ് അവസാനം ബാക്ക് സ്റ്റേജിലേക്ക് എത്തി. എന്നാൽ ബാക്ക് സ്റ്റേജിൽ തന്നെ 1-2 സെഗ്മെൻറ്റുകളിലൂടെ ഇവരുടെ ബാക്ക് സ്റ്റേജ് ഫൈറ്റ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ കിരൺ ക്രോസ് എന്ന് പറയുന്ന റെസ്ലറിനെ സമ്മർ സ്ലാമിൽ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ചും ക്രോസ് എന്ന് പറയുന്ന റെസ്ലർ തനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതും സാമി സെയിൻ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇവരുടെ ഫൈറ്റ് വരികയും ഈ ഫൈറ്റിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സാമി സെയിൻ ഇരുവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ റൂസേവ് സാമി സെയിനെ അതിനിടയിൽ അടിക്കുന്നുമുണ്ട്. സാമി സെയിൻ തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒഫീഷ്യൽസ് സാമി സെയിനെ പിടിച്ചു നിർത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നതുകൊണ്ടും അതിൽ സാമി ഇടപെട്ടതുകൊണ്ടും അങ്ങനെ ഒരു മത്സരമാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് വെച്ചിട്ടുള്ളത്. മിക്കവാറും ഈ മത്സരത്തിന് ഇടയിലും റൂസേവ് എന്ന റെസ്ലറിനെ ആക്രമിക്കാൻ ഷെയ്മസ് ഇടപെട്ടേക്കാം. സാമി സെയിൻ വേഴ്സസ് റൂസേവ് തമ്മിലുള്ള മത്സരം കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ് WWE വെച്ച് നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഇവർ തമ്മിൽ കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം സാമി സെയിൻ ആയിരുന്നു വിജയം. എന്നാൽ ഇപ്രാവശ്യം റൂസേവ് പക്ക പവർ ഹൗസ് റെസ്ലറായിട്ടാണ് തിരികെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീര ബാറ്റിൽ അടുത്ത റോ എപ്പിസോഡിൽ ഇവർക്കിടയിൽ പ്രതീക്ഷിക്കാം. റോ എപ്പിസോഡിലേക്ക് അടുത്ത ആഴ്ച കൺഫേം ചെയ്തിട്ടുള്ള മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ള മത്സരം വുമൻസ് വേൾഡ് ചാമ്പ്യനായ നയോമി മുൻ ചാമ്പ്യനായ ഇയോ സ്കൈക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തിൽ ആര് വിജയിച്ചാലും സ്റ്റെഫിനി വെക്കേറിനെ എതിരെയായിരിക്കും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക. മത്സരം ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരിക്കും നടക്കുക എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 കിടിലൻ മത്സരങ്ങളാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ വുമൻസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ പുതിയ എതിരാളി ആരായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ല എന്ന് പറയുന്ന റെസ്ലർ ആയിരിക്കും എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ് ഇന്നലത്തെ സമ്മർ സ്ലാം കഴിഞ്ഞിട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ പങ്കുവച്ചതാണ്. അതുതന്നെയാണ് നമുക്ക് റോ എപ്പിസോഡിലും ഇന്ന് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് വേഴ്സസ് നിക്കി ബെല്ല തമ്മിലുള്ള ആ പ്രൊമോ സെഗ്മെൻറ്റ് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബെക്കി ലഞ്ച് അതിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ്. ബെക്കി ലഞ്ചും ബെക്കി ലഞ്ചിൻ്റെ ഹസ്ബൻഡ് സെത്ത് റോളിൻസ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ അവരാണ് ഇപ്പോഴത്തെ ഒരു ഹോട്ട് കപ്പിൾ എന്നുള്ളത് ബെക്കി ലഞ്ച് അവകാശപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് നീ ആയിരുന്നല്ലോ എന്നുള്ളത് ബെക്കി ലഞ്ച് പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ ഇപ്പോൾ അതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യു ക്യാൻ സീ മീ എന്ന് പറഞ്ഞ് ജോൺസണയുടെ റിലേഷൻഷിപ്പിനെ ഡയറക്റ്റ് മെൻഷൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ടുണ്ട്. നിക്കി ബെല്ലയ്ക്ക് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഇല്ല, ഒരു ബോയ് ഫ്രണ്ട് ഇല്ല എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള ഒരു കളിയാക്കലാണ് ബെക്കി ലഞ്ച് നടത്തിയിട്ടുള്ളത്. തുടർന്ന് വന്ന ആ ഒരു സെഗ്മെൻറ്റിൽ അവസാനം നിക്കി ബെല്ലയെ ഒരു പഞ്ച് ചെയ്ത് ബെക്കി ലഞ്ച് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ഇവരുടെ മത്സരം നടക്കാൻ പോകുന്നത് എന്നറിയില്ല. ബെക്കി ലഞ്ച് അടുത്തതായിട്ട് ഈ വുമൻസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ലയ്ക്ക് എതിരെ ആയിരിക്കുമെന്നും ആ സ്റ്റോറി ഇപ്പോൾ തന്നെ ആരാധകരുമായി നല്ല രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ ഒറ്റ സെഗ്മെൻറ്റിലൂടെ വ്യക്തമാക്കി തന്നിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ അടുത്ത മത്സരം ആർക്കെതിരെ ആയിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് വളരെ വ്യക്തമായി ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡൊമിനിക് മിസ്റ്റീരിയോയും ഡ്രാഗൻ ലീയും തമ്മിൽ കളിച്ച ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരത്തിൽ ഡ്രാഗൻ ലീയെ ഡൊമിനിക് മിസ്റ്റീരിയോ പരാജയപ്പെടുത്തുന്നുണ്ട്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൽ കുറേയധികം ആളുകൾ വന്നിട്ട് ഇടപെടുന്നതും മൂന്നാമതായി ഒരു പുതിയ ആൾ വരെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഡൊമിനിക് മിസ്റ്റീരിയോ ഈ എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ഈ മത്സരത്തിൽ വിജയിച്ചു കയറുന്നത്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറയുന്ന താരം അതിനുശേഷം
ഡ്രാഗൺ ലീയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ സൂപ്പർ താരം AJ സ്റ്റൈൽസ് വന്നിട്ട് രക്ഷപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. AJ സ്റ്റൈൽസിനെതിരെയാണ് സമ്മർ സ്ലാമിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. AJ സ്റ്റൈൽസിനൊരു റീമാച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ആ മത്സരത്തിന് മുൻപുള്ള ബാക്ക് സ്റ്റേജിൽ സെഗ്മെൻറ്റിലൂടെ AJ സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള ഒരു റീമാച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലൊരു മത്സരം നടക്കുകയാണെങ്കിൽ AJ സ്റ്റൈൽസിൻ്റെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ച 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലെ ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. നിലവിലെ പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം റെഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയ ജഡ്ജുവിനുടെ ടീമിന് എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. സമ്മർ സ്ലാമിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു റീമാച്ച് ആയിരുന്നു റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ സെലിബ്രേഷൻ സെഗ്മെൻ്റ് ആയിരുന്നു. ഇരുവരും പരസ്പരം കളിയാക്കുന്ന രീതിയിലുള്ള പ്രൊമോസിലൂടെയാണ് പോയത്. അങ്ങോട്ടേക്ക് റോക്സിനി പെരസും റെഗൽ റോഡ്രിഗസും വന്നിട്ട് ഒരു റീമാച്ച് ആവശ്യപ്പെടുന്നു. ജനറൽ മാനേജറായ ആഡം പിയേഴ്സ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു. അപ്പോൾ തന്നെ മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൽ അലക്സ ബ്ലിസ്, ഷാർലറ്റ് ഫ്ലെയർ തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. മത്സരവും ഇവരുടെ സെഗ്മെൻറ്റും അതിഗംഭീരമാണ്. മുൻപത്തെ അപ്ഡേറ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ സെഗ്മെൻറ്റിന് എന്തൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവരുടെ സെഗ്മെൻറ്റ് ഇതുവരെ ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല. അതായത് അലക്സ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവരുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ പ്രൊമോസൊക്കെ അതിഗംഭീരമാണ്. ഷാർലറ്റ് ഫ്ലെയർ ആ ഒരു മെയിൻ ടൈറ്റിലിൽ നിന്ന് താഴേക്ക് വന്ന് ഈ വുമൻസ് ടാഗ് ടീം ടൈറ്റിൽ സ്റ്റോറി ചെയ്യുമ്പോൾ, അതും അലക്സ ബ്ലിസിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ ഒപ്പം നിന്ന് സ്റ്റോറി ചെയ്യുമ്പോൾ അത് കാണുന്നതിൽ വലിയൊരു വ്യത്യസ്തത തോന്നുന്നുണ്ട്. അതായത് ഇതുവരെ നമ്മൾ കാണാത്ത ഷാർലറ്റിൻ്റെ കുറച്ചധികം ഭാഗങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്തായാലും അലക്സ ബ്ലിസും ഷാർലറ്റും ഈ ഒരു ടാഗ് ടീം സ്റ്റോറി നല്ല രീതിയിൽ ആരാധകരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനിയും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുഷിലൂടെ മുന്നോട്ടേക്ക് പോകുമെന്നും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അവർ ഉടനെയൊന്നും ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ളതും ഇവർക്ക് ആരാധകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മെയിൻ ഇവൻറ്റിൽ നടന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരവും അതിനുശേഷം നടന്ന കുറേയധികം സംഭവ വികാസങ്ങളെ സംബന്ധിച്ചാണ്. സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ ക്രൂരമായി സെത്ത് റോളിൻസും ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനു മുൻപ് CM പങ്കിനെയും LA നൈറ്റിനെയും ഈ ഒരു ഫാക്ഷൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സെത്ത് റോളിൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയ ആ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റാണ് കാണാൻ സാധിച്ചത്. അവിടെ പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറിനെയും ബ്രോൺസൺ റീഡിനെയും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിന് പോൾ ഹേമൻ്റെ കരിയറിലെ ആദ്യ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനാണ്, ഡിഫെൻഡിങ് ചാമ്പ്യനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. റോമൻ റെയിൻസിനും ബ്രോക്കിനും ഒക്കെ കൊടുത്ത പോലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സെത്തിനും പോൾ ഹേമൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു. അങ്ങോട്ടേക്ക് LA നൈറ്റ് വരുന്നു. ചാമ്പ്യൻഷിപ്പ് മത്സരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നിന്നെ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആദ്യ ടൈറ്റിൽ ഷോട്ട് തനിക്ക് വേണമെന്ന് പറയുന്നു. ജനറൽ മാനേജറായ ആഡം പിയേഴ്സ് വന്നിട്ട് ആ ഒരു മത്സരം റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടക്കുമെന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു. അങ്ങനെ മെയിൻ ഇവൻറ്റിലെ മത്സരം ആരംഭിക്കുന്നു. മത്സരം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിക്കുന്നത്. കാരണം ഈ ഒരു മത്സരത്തിൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ആരും ഈ മത്സരത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ CM പങ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. CM പങ്ക് സെത്ത് റോളിൻസിനെ ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിച്ച് റിങ്ങിലേക്ക് എത്തിയ സമയത്ത് LA നൈറ്റ് പോയിട്ട് CM പങ്കിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. കാരണം CM പങ്ക് ഇടപെട്ടത് LA നൈറ്റിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് പോയി. പിന്നീട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും വന്ന് LA നൈറ്റിനെയും CM പങ്കിനെയും ആക്രമിക്കുന്നു. ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റോട് കൂടി റോ എപ്പിസോഡ് അവസാനിച്ചു എന്ന് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ അങ്ങോട്ടേക്ക് റോമൻ റെയിൻസിൻ്റെ കടന്നുവരവും റോമൻ റെയിൻസ് വന്നിട്ട് ആദ്യം ബ്രോൺ ബ്രേക്കറിനെയും പിന്നീട് ബ്രോൺസൺ റീഡിനെയൊക്കെ ആക്രമിച്ച് സെത്തുമായിട്ട് ഒരു ഫൈറ്റിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും സെത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നാൽ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും തിരിച്ചടിച്ച് റോമൻ റെയിൻസിനെ പിന്നീട് അങ്ങോട്ട് ക്രൂരമായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോൺ ബ്രേക്കർ സ്പിയർ കൊടുത്തുകൊണ്ടും സെത്ത് റോളിൻസ് കർബ് സ്റ്റോംപ് കൊടുത്തുകൊണ്ടും ഇതുകൂടാതെ 3 തവണ സുനാമി എന്ന് പറയുന്ന മൂവിട്ട് ബ്രോൺസൺ റീഡ് റോമൻ റെയിൻസിനെ ആക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ സെത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് കുറച്ചധികം വർഷങ്ങൾ കാണാൻ സാധിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചത് മാത്രമല്ല, റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം റോമൻ റെയിൻസും CM പങ്കും LA നൈറ്റും പരസ്പരം ചൂടാകുന്ന, പരസ്പരം തെറി വിളിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഓഗസ്റ്റ് 31 നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒരു ബിഗ് മാച്ച് വരുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ്. അതിൽ ഒന്നെങ്കിൽ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, ഒരു 6 മാൻ ടാഗ് ടീം മത്സരം ചെയ്യാൻ സാധിക്കും. റോമൻ റീൻസ്, LA നൈറ്റ്, CM പങ്ക് ടീം ആയിക്കൊണ്ട് സെത്ത്, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കെതിരെ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് സെത്ത് റോളൻസ്, റോമൻ റീൻസ്, CM പങ്ക്, LA നൈറ്റ് തുടങ്ങിയവർ തമ്മിലുള്ള ഒരു ഫേറ്റൽ 4-വേ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതൊരു സമ്മർ സ്ലാം അല്ലെങ്കിൽ ഒരു റസൽമീനിയ ടൈപ്പ് മെയിൻ ഇവൻറ്റ് മത്സരമൊക്കെ ആയിട്ട് വരേണ്ട മത്സരമാണ്. അതവർ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മറ്റൊന്നുള്ളത് റോമൻ റീൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സെത്ത്, LA നൈറ്റ്, CM പങ്ക് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കുള്ള ഒരു റോൾ എന്താണ് എന്നുള്ളതൊരു ചോദ്യമായി മാറും. പതിവ് പോലെ സെത്തിൻ്റെ മത്സരങ്ങളിൽ വന്നിട്ട് സെത്തിനെ സഹായിക്കുന്ന പോലെ കാണിച്ചാൽ അത് ചിലപ്പോൾ ആരാധകരുടെ ഒരു നെഗറ്റീവ് റിയാക്ഷനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിനാണ് സാധ്യത കൂടുതൽ. റോമൻ റീൻസിനെ ക്രൂരമായി ആക്രമിച്ച് റോമൻ റീൻസിന് തീരെ വയ്യാത്ത പോലെ അവർ എന്തായാലും റോ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. കാരണം റോ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം റോമൻ റീൻസ് പങ്കിനോടും LA നൈറ്റിനോടും ചൂടാകുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് കടന്നുപോയത്. റോമൻ റീൻസിന് ഇനിയും അപ്പിയറൻസ് ഉണ്ടായേക്കും. റോമൻ റീൻസിനെ അടുത്ത മത്സരം നമുക്ക് ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത് കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം റോമൻ റീൻസിനെ അല്ലെങ്കിൽ CM പങ്ക്, LA നൈറ്റ് തുടങ്ങിയ ഇന്നത്തെ സെത്തിൻ്റെ ഫാക്ഷൻ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.